വാക്ക് അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ. എല്ലാവരെയും അല്ലാഹ് കൊണ്ടുവരും എൻ്റെ അടുത്ത്. അല്ലാഹ് കൊണ്ടുവന്നേക്കാം, ഇവരെല്ലാവരെയും എൻ്റെ അടുത്ത് കൊണ്ടുവന്നേക്കാം എന്ന് പറയുമ്പോ മക്കൾ പറയാ വതവല്ല അൻഹും, മക്കളൊക്കെ മുഖം തിരിഞ്ഞു. ഖാലൂ തല്ലാഹി തഫ്തൗ തദ്കുറു യൂസുഫ്. ഇപ്പോഴും യൂസുഫിനോർത്തിട്ട് ജീവിതം നശിപ്പിച്ചു കളയുന്ന പിതാവേ, എന്തിന് യൂസുഫിനോർക്കണം? യൂസുഫിന്റെ കഥ കഴിഞ്ഞില്ലേ? ഖാലൂ തല്ലാഹി തഫ്തൗ തദ്കുറു യൂസുഫ് ഹത്താ തകൂന ഹറദൻ ഔ തകൂന മിനൽ ഹാലികീൻ. അത് ചിന്തിച്ച് നിങ്ങൾ രോഗശൈലിയിലാകും, അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. അത്ര ചിന്തിക്കാൻ. എങ്ങനെ ചിന്തിച്ചു? എത്ര കരഞ്ഞു? ദുഃഖം കൊണ്ട് കരഞ്ഞ് കണ്ണ് അന്ധനായി പോയി യാക്കൂബ് അലൈഹിസ്സലാം. അത്ര കരഞ്ഞു, പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ. എല്ലാവരെയും അല്ലാഹ് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ രാത്രിയിലെ കരച്ചിലിനെ കുറിച്ച് ഖുർആൻ പറയാ. രാത്രി അദ്ദേഹം പറയുന്ന വാക്കെന്നറിയോ? അല്ലാഹുവിനോട് ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. എന്റെ ദുഃഖവും എന്റെ മനക്ലേശവും അല്ലാഹുവേ നിന്റെ മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ് റബ്ബേ. ഇന്നി അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. അതുകൊണ്ടേ നമ്മുടെ രാത്രി ഇങ്ങനെ കരയണം. ഞാനും നിങ്ങളും എന്ന് പരാതികളും പരിഭവങ്ങളും ഭാര്യയോട് പറയും, കൂട്ടുകാരോട് പറയും, നാട്ടുകാരോട് പറയും. റബ്ബിനോട് നമ്മൾ എത്ര പറയുന്നുണ്ടെന്ന് ആലോചിക്കും. രാത്രി എഴുന്നേറ്റ് റബ്ബിനോട് പറയുമ്പോ കിട്ടുന്ന ഒരു മനസ്സിന്റെ ആശ്വാസമുണ്ടല്ലോ, അത് വേറെ എവിടെയും പോയാൽ കിട്ടില്ല. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് പടച്ചവന്റെ മുന്നിൽ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആ രസം ലോകത്ത് വേറെ എവിടെയും കിട്ടില്ല. എന്താ കാരണം? അല്ലാഹ് പറയാ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. എന്റെ അടിമക്ക് ഞാൻ പോരെ, എന്റെ അടിമക്ക് ഞാൻ പോരെ. നമ്മൾ ഒറ്റയ്ക്ക് ഏകാന്തതയിൽ പടച്ചവനുമായി സംസാരിക്കും, അതിന്റെ രസം വേറൊന്നാണ്. ആ രസം നമുക്ക് കിട്ടണം. അത് കിട്ടിയാൽ നമ്മുടെ ഹാപ്പി ആയിരിക്കും നമ്മുടെ ജീവിതം. രാവിലെ നമ്മുടെ മുഖത്ത് പ്രസന്നതയുണ്ടാകും, രാവിലെ നമ്മുടെ മുഖത്ത് സന്തോഷമുണ്ടാകും. രാത്രി നമ്മൾ പടച്ചവനോട് ചോദിക്കുന്ന ശീലമുണ്ടോ? ശീലമുള്ളവന്റെ മുഖത്ത് അതിന്റെ സന്തോഷമുണ്ടാകും. അവന്റെ കയ്യിൽ നയാ പൈസ ഇല്ലെങ്കിലും അവൻ സന്തോഷവാനായിരിക്കും. സഹാബാക്കളൊക്കെ അങ്ങനെ തന്നെയാ. പലരുടെയും വീട്ടു ദിവസങ്ങൾ പട്ടിണിയിലാണ്, പ്രയാസത്തിലാണ്. പക്ഷെ സുബഹി നിസ്കാരത്തിൽ എല്ലാവരുടെയും മുഖം പ്രസന്നമാണ്. കാരണം എന്തെന്നറിയോ? രാത്രി പടച്ചവനോട് പരാതി പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. പടച്ചവനല്ലേ നമുക്ക് പരീക്ഷണം തരുന്നവൻ, അവനക്കല്ലേ മാറ്റാൻ കഴിയും. ആരാണ് വയറെ മാറ്റുക? ഒരാൾക്കും മാറ്റാൻ കഴിയില്ല. ലോകത്തൊരാൾക്കും ഒരു ഉപകാരം നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്കൊരു ഉപദ്രവം ചെയ്യാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. റബ്ബ് തീരുമാനിച്ചാലെന്താണ്? ആ റബ്ബിനോട് രാത്രി ഇങ്ങനെ ഇരുന്ന് പറയാൻ എന്ത് രസമാണ്. അവിടെ നമ്മൾ എഴുന്നേൽക്കണം. ഒരു 3:30, 4, 4:30 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പതുക്കെ എഴുന്നേൽക്കണം. ആ എഴുന്നേൽക്കുന്ന അടിമയോട് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹ് പറയും മലക്കുകളോട്, നിങ്ങളല്ലേ പറഞ്ഞത് ഇവർ രക്തച്ചൊരിച്ചിൽ കുഴപ്പമുണ്ടാക്കുന്നവരാ? ദേ അവൻ മാർദ്ദവമായ വിരിപ്പിൽ നിന്ന് സ്വന്തം ഭാര്യയോടൊപ്പം കിടക്കേണ്ട സമയത്ത് അവൻ അതിൽ നിന്ന് ഇറങ്ങി ഒതുവെടുത്ത് കഷ്ടപ്പെട്ട് എന്റെ മുന്നിൽ വന്ന് സുജൂദിൽ വീഴുമ്പോൾ ഞാൻ കൊടുക്കാതിരിക്കുകയോ? ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. മുഴുവൻ മലക്കുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അവൻ എന്തു ചോദിക്കുന്നോ അത് ഞാൻ കൊടുക്കും. അല്ലാഹ് 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് ചോദിക്കും, ആരാണ് ചോദിക്കാനുള്ളത്? ഞാൻ അവന് പുറത്തു കൊടുക്കാം. ആരാണ് അവന്റെ ആവശ്യം? അതിന്റെ ആവശ്യം ഞാൻ പൂർത്തിയാക്കി കൊടുക്കാം. ചോദിക്കുന്നീ എന്ന് അള്ളാഹു പറയുന്ന സമയത്ത് നമ്മൾ കിടന്നുറങ്ങി എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ സമയത്ത് എഴുന്നേൽക്ക്, പടച്ചവനോട് ചോദിക്ക്. ചോദിച്ച് ഉടനൊന്നും കിട്ടുമൊന്നുമില്ല. അങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ദുആ തന്നെ നിർത്തുന്നത്. ചോദിക്കുമ്പോൾ കിട്ടണം. പടച്ചവനെ നമ്മുടെ നിയമത്തിലേക്ക് കൊണ്ടുവരിക, അതാണ് നമ്മുടെ ശൈലി. അങ്ങനെയല്ല. പടച്ചവൻ പറയുന്നുണ്ട്, ദുആ ഞാൻ സ്വീകരിക്കുന്നത് 3 രീതിയിലാണ്. ഒന്നുകിൽ ചോദിച്ചത് ഉടൻ തരും, ഇല്ലെങ്കിൽ ചോദിച്ചത് അല്പം ഖൈറിന് വേണ്ടി വൈകിത്തരും,
ഇല്ലെങ്കിൽ ചോദിച്ചത് ദുനിയാവിൽ തരികയില്ല. പക്ഷേ നിന്റെ ദുആയുടെ പ്രയോജനം ഇവിടെയല്ല, നാളെ പരലോകത്ത് ഭയാനകരമായ അവസ്ഥയിൽ നീ ചെയ്ത ദുആക്കൾക്ക് ഓരോന്നിനും ഉത്തരം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നബി തങ്ങൾ പറയുന്നു, തങ്ങൾ പറയുകയാണ്, അല്ലാഹ് പറയുന്നതായിട്ട്. അല്ലാഹ് അടിമയെ വിളിക്കും, ദുആ ചെയ്ത അടിമയെ, ഇന്ന രാത്രി നീ ദുആ ചെയ്തില്ലേ ഇന്ന ആവശ്യത്തിന് വേണ്ടി, ആ ദുആയുടെ പേരിൽ എത്ര ശർറുകളാണ് നിനക്ക് വരാനെന്ന് ഞാൻ തട്ടിക്കളഞ്ഞ് എനിക്കറിയില്ല. നീ അന്ന് എന്നോട് ഭക്ഷണം ചോദിച്ചില്ലേ, അന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഞാൻ അല്പം ഖൈറിന് വേണ്ടി ബന്ധിപ്പിച്ചത് നിനക്ക് വേറെ ഖൈർ തരാൻ വേണ്ടിയാ. നിനക്ക് വലിയ രോഗം വരാനിരിക്കുകയായിരുന്നു, ആ രോഗത്തെ ഞാൻ തടുത്തു നിർത്തി. ഇങ്ങനെ പടച്ചവൻ ഓരോന്നോരോന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പറയും, നീ ചെയ്തൊരു ദുആ പോലും പാടല്ല, ആ ദുആയ്ക്ക് ഇതാ പ്രതിഫലം ഞാൻ തരാൻ ഉദ്ദേശിച്ചിരിക്കാൻ. ആ പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ട് അടിമ പോകുമ്പോ അടിമ പറയും, ഏ അല്ലാഹ്, ഈ ദുനിയാവിൽ എന്റെ ഒരൊറ്റ ദുആ പോലും നീ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നാളെ പരലോകത്തൊരു അടിമ പറയുമെന്ന് റസൂലുള്ളാഹി. ദുആ ഒരിക്കലും പാടില്ല, ദുആ ചെയ്തോണ്ടിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ, അദ്ദേഹം മദീനയിൽ പോയി. മദീനയിൽ ഒരുപാട് നാളുകളായി അദ്ദേഹം അവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ്, അവിടുത്തെ പാലസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഏത് ഉംറയുടെ ഗ്രൂപ്പും മലയാളികളുടെ ഗ്രൂപ്പും ഹജ്ജിന്റെ ഗ്രൂപ്പൊക്കെ എത്തിയാൽ അവരെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം പോകാം. അപ്പൊ അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹം മദീനയിലെ എല്ലാ മസ്ജിദിന്റെ ചരിത്രവും അറിയുന്ന ഒരാളാണ്. അവിടുത്തെ തൂണുകളുടെ ചരിത്രം, അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥകളെല്ലാം അറിയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഒരു ഗ്രൂപ്പ് വഴി ഒരു സ്ത്രീ അവിടെ വന്നു. അപ്പൊ അദ്ദേഹം അവിടുത്തെ ഹോട്ടലുകളിലൊക്കെ അന്വേഷിക്കും, എന്തെങ്കിലും ആവശ്യക്കാരുണ്ടോ എന്ന് നോക്കും. അങ്ങനെ അദ്ദേഹം പോകുമ്പോൾ ഒരു പ്രായമായ സ്ത്രീ ഒരു സ്ഥലത്തിരുന്ന് കരയാണ്. എന്താ ഉമ്മ നിങ്ങളുടെ പ്രശ്നം? ഉമ്മ പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ച് ഞാൻ വന്നതാണ്, വലിയ പൈസ ഒന്നുമില്ല, പക്ഷെ എനിക്ക് ആരോഗ്യപരമായ പ്രശ്നമായതുകൊണ്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ആരുമില്ല, എനിക്ക് ഹറമിലേക്കൊന്നും പോകാൻ പറ്റിയില്ല, മസ്ജിദ് നബവിയിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ ഉമ്മാനെ ഞാൻ കൊണ്ടുപോകാം. അങ്ങനെ ഉമ്മാനെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുത്ത് തിരിച്ചു മുറിയിലേക്ക് കൊണ്ടുവിട്ടിട്ട് നമ്പർ കൊടുത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറയാണ്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പം പറഞ്ഞു, നിങ്ങളുടെ ഈ ഉമ്മാന്റെ ആരാന്ന് വെച്ചു. ഉമ്മാന്റെ ആരുമല്ല, ഞാൻ ഖിദ്മത്ത് ചെയ്ത ഒരാൾ മാത്രമാണ്. അല്ല, ഈ ഉമ്മ മരണപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ വന്നതാണ്, ഞാൻ അമീറാണ്, ഞങ്ങളുടെ സമയമായും ഞങ്ങൾക്ക് മക്കയിലേക്ക് മടങ്ങിപ്പോകണം, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഉമ്മയുടെ ദഫന്റെ കാര്യത്തിൽ ഇടപെടണം. അദ്ദേഹം പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ ചെയ്തോളാം. ഇദ്ദേഹം പറയാണ്, ആ ഉമ്മാനെ മാഷാ അല്ലാഹ് മസ്ജിദ് നബവിയിൽ അവിടെ കൊണ്ടുവന്ന് കുളിപ്പിച്ച്, സ്ത്രീകളെല്ലാം കുളിപ്പിച്ച് റെഡിയാക്കി കഫൻ പൊതിഞ്ഞ് അവസാനം ഖബറിലേക്ക് കൊണ്ടുവച്ചു. ഖബറിലേക്ക് ഇറക്കുന്ന സമയം ഒരു അറബി അവരുടെ മരണപ്പെട്ട കുഞ്ഞിന്റെ മയ്യത്തുമായിട്ട് ഓടി വന്നിട്ട് ചോദിച്ചു, ഈ കുഞ്ഞിനെയും കൂടി ഖബറിൽ വെക്കുമോ? ആയിക്കോട്ടെ, കുഞ്ഞിനെയും കൂടി വെക്കാം ഖബറിൽ എന്ന് പറഞ്ഞു. അദ്ദേഹം പറയാം, അങ്ങനെ ഇറങ്ങി ആ ഖബറിൽ ആ ഉമ്മയുടെ അടുത്തേക്ക് ആ കുഞ്ഞിനെ വെച്ചു കൊടുത്തു. എന്നിട്ട് ആ ഖബർ മൂടി ഞങ്ങൾ തിരിച്ചു വന്നു. ഞാൻ നാട്ടിലേക്ക് അവരുടെ അറിയുന്ന നമ്പറിലൊക്കെ വിളിച്ച് അന്വേഷിച്ചു, ഇവർ ആരാ, എത്ര നല്ല സ്ത്രീയാണ്. ആ സ്ത്രീ മസ്ജിദ് നബവിയിൽ ജന്നത്തുൽ ബഖീയിൽ വന്ന് അടങ്ങിയിരിക്കാൻ. അതുകൊണ്ട് ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നാട്ടുകാരെല്ലാവരും പറഞ്ഞു, നല്ല മുസ്തജാബു ദാഇയായ, ദുആ സ്വീകരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. എന്ത് ദുആ ചെയ്താലും അള്ളാഹ് അപ്പം തന്നെ കൊടുക്കും. പക്ഷെ ഒരു കുഞ്ഞിനെ ചോദിച്ചിട്ട് അള്ളാഹ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇത് കേട്ട മാത്രം അദ്ദേഹം പറയുന്ന ഫോൺ തന്നെ താഴേക്ക് വീണുപോയി. ആ ദുആ പോലും അള്ളാഹ് സ്വീകരിച്ചിട്ട് ഒരു കുഞ്ഞിനെ ആ ഉമ്മയുടെ ഓരത്ത് കിടത്തി ഉറക്കിയിട്ടാണ് ഈ ലോകത്തുനിന്ന് കൊണ്ടുപോയത്. പ്രിയമുള്ള, നമ്മുടെ റബ്ബിനെ നമുക്ക് അറിയാതെ പോയതാണ് പ്രശ്നം. നമ്മുടെ റബ്ബ് നമ്മുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. എത്രയോ ഷർറുകൾ നമ്മൾ അകറ്റിക്കളയുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യാൻ ഒരു മടിയും നമ്മൾ കാണിക്കരുത്. ദുആ നമ്മൾ ചെയ്യണം. ദുആ മുഅ്മിനിന്റെ ആയുധമാണ്. രാത്രിയുടെ കരച്ചിലുകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഭാരം നമ്മൾ ഇറക്കി വെക്കണം. ലോകത്തൊരു മനുഷ്യനോട് പറഞ്ഞാലും പരിഹരിക്കാൻ കഴിയാത്ത വലിയ വലിയ കഷ്ടതകൾ നമ്മുടെ മനസ്സുകൾക്ക് ഭാരമായിട്ടുണ്ടാകും. ആ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ നമുക്കൊരു സ്ഥലമേ ഉള്ളൂ, അതാണ് പടച്ചവന്റെ മുന്നിൽ. ആ പടച്ചവന്റെ മുന്നിൽ സമർപ്പിക്കുന്ന അത്ര രസം വേറൊന്നിനും കിട്ടില്ല പ്രിയമുള്ളവർ. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് ജീവിക്കുക. യാക്കൂബ് നബിയുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചില്ലേ. യാക്കൂബ് നബിക്ക് മുന്നിൽ യൂസുഫ് നബി അന്ന് കൊണ്ടുവന്നത്, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ മുന്നിലേക്ക് യാക്കൂബ് നബി അന്ന് കൊണ്ടുപോയി. ആ മക്കളെല്ലാം തിരിച്ചു കൊടുത്തെങ്കിൽ അള്ളാഹു ലോകത്തോട് പറയുന്നത് ഇതാണ്,
ഞാൻ എൻ്റെ പ്ലാനിങ്ങുകൾ തയ്യാറാക്കുമ്പോൾ അത് നിങ്ങൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. എൻ്റെ പ്ലാനിങ്ങുകൾ, എൻ്റെ തർത്തീബുകൾ നിങ്ങളുടെ ബുദ്ധിക്ക് നിരക്കാത്തതാണ്, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറമാണ്. അതുകൊണ്ട് എൻ്റെ കുദ്റത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എന്നിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കിൽ. ഒരിക്കലും ആത്മഹത്യ ശ്രമങ്ങളിലേക്ക് പോകരുത് ഈ സമുദായം എന്ന് അല്ലാഹു നമ്മൾ ഓർമ്മപ്പെടുത്താൻ കൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കുക. ഏത് പ്രതിസന്ധിയിലാണ്. പിന്നെ ഈ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും ഈ സമുദായത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതിനേക്കാൾ വലിയ കഷ്ടമെന്ന് പറയുന്നു. സ്ത്രീധനമെന്ന് പറയുന്നത് ഇസ്ലാമുമായി ബന്ധമില്ലാത്തൊരു പരിപാടിയാണ്. യാതൊരു ബന്ധവുമില്ല. ഒരു നിലയിലും ഒരു ചെറിയ തെളിവ് പോലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു കാര്യത്തിന് മുസ്ലിം സമുദായം പ്രാധാന്യം കൊടുത്താൽ എത്ര ദുഃഖകരമാണ്. അതുകൊണ്ട് സ്ത്രീധനം കൊടുക്കുന്നവനും തെറ്റുകാരനാണ്, സ്ത്രീധനം വാങ്ങുന്നവനും തെറ്റുകാരനാണ്. വല്ല ദിവസം ആദ്യത്തെ ഫത്വയാണ്, സ്ത്രീധനം കൊടുക്കുന്നതാണ് അങ്ങനെ തെറ്റുകാരനാവുക. അയാളുടെ മകൾക്ക് വേണ്ടി അയാൾ കൊടുക്കുന്നതല്ലേ എന്നായിരിക്കും നിങ്ങളുടെ ന്യായീകരണം. എങ്കിൽ ഖുർആനിന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ ഞാൻ ഈ പറയുന്നത്, പലിശ കൊടുക്കുന്നവൻ തെറ്റുകാരനാ, പലിശ വാങ്ങുന്നവൻ തെറ്റുകാരനാ. എന്തുകൊണ്ട്? പലിശ ചോദിച്ചിട്ടല്ലേ ഇവൻ കൊടുക്കുന്നത്, പിന്നെ എങ്ങനെ കൊടുക്കുന്നവൻ തെറ്റുകാരനാണ്? പലിശ എന്ന സമ്പ്രദായത്തിന് അവൻ സഹായിച്ചു എന്നതാണ് അവൻ ചെയ്ത തെറ്റ്. കൈക്കൂലി വാങ്ങുന്നവന് തെറ്റുകാരനാണ്, കൈക്കൂലി കൊടുക്കുന്ന തെറ്റുകാരനാണ്. കൈക്കൂലി വാങ്ങാൻ എന്തുകൊണ്ട് ആളുണ്ടായി? കൈക്കൂലി കൊടുക്കാൻ ആളുണ്ടായത് കൊണ്ടാണ്. കൈക്കൂലി എന്ന തിന്മ നിർത്താൻ എന്താ വഴി? കൈക്കൂലി കൊടുക്കുന്നവൻ നിർത്തണം. എന്തുകൊണ്ടാണ് നിർത്താത്തത്? അർറാശി വൽ മുർത്തശി ഫിന്നാർ, കൈക്കൂലി വാങ്ങുന്നവനും കൈക്കൂലി കൊടുക്കുന്നവനും നരകത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ഇവിടെ കുറെ എണ്ണം പേപ്പർ ശരിയാക്കാൻ ചുറ്റിക്കൊണ്ടിരിക്കുക. ഇവന്മാർക്കൊക്കെ ഓഫീസിൽ ചെയ്തുകൂടെ? ഓഫീസിൽ നിന്ന് ചെയ്യേണ്ട പരിപാടി ഊര് ചുറ്റിയിട്ട് ചെയ്യുന്ന ഹമുക്കീങ്ങൾ ഇവന്മാരെ ഇപ്പൊ കണ്ടുപിടിക്കേണ്ട. നമ്മൾ കൃത്യമായി അവരവരുടെ ഓഫീസിൽ ഇരുന്ന് ചെയ്യേണ്ട പ്രവർത്തനം ചെയ്യാൻ സമയമില്ല. അവന്മാർ ഊര് ചുറ്റി കാണിക്കാൻ ജനങ്ങളെ. ഇതൊന്നും നമ്മൾ വഞ്ചകരാവരുത്. വെറുതെ ഉടായിപ്പ് കുറെ ഓഫീസർമാർ. എല്ലാവരും പഠിച്ചോ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ശ്രദ്ധിച്ചോ. നിന്റെ മുന്നിൽ ഒരാവശ്യവുമായി കടന്നു വരുന്നവന്റെ ചോര നീരാക്കി ഉണ്ടാക്കിയ കാശിന് വേണ്ടി നീ അവന്റെ അവകാശം കൊടുത്ത് വീട്ടിയില്ലെങ്കിൽ നീ ഉണ്ടാക്കുന്ന മുഴുവൻ കൈക്കൂലിയുടെ സമ്പത്ത് നിനക്കും നിന്റെ പരമ്പരകളുടെ മേൽ ഇടുത്തിയായി വീഴാതെ നീ ഒരിക്കലും മരിക്കില്ലെന്ന് ഉറപ്പിച്ചോ. ആയിരങ്ങളുടെ കണ്ണുനീരിന്റെ പൈസയാണ് നീ പിടിച്ചു വാങ്ങുന്നത്. അവിടെ നമ്പർ ഇടണോ? അവന് പൈസ കൊടുക്കണം. ഇവിടെ കെട്ടിടം പണിയണോ? അവന് പൈസ കൊടുക്കണം. എല്ലാവിധ സർട്ടിഫിക്കറ്റുകൾ നന്നാക്കിയാലും ഇവന്റെ മുന്നിൽ ഓശാന പാടാൻ ഈ രാജ്യം ഒരു തന്തയുടെ സ്വത്തല്ല, ഒരു തന്നെ സ്വത്തല്ല. ഇത് എവന്റെങ്കിലും മുന്നിൽ പോയിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുക, പൈസ കൊടുക്കാതെ അവൻ നടത്തി കൊടുക്കില്ല. ആരാ നിന്നെ ഓഫീസറാക്കിയത്? ആരാ നിന്നെ പിടിച്ച് കയറ്റിയിരുത്തിയത്? ഇവിടുത്തെ ജനസേവനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവർ ഈ സമുദായത്തിന്റെ ഈ മനുഷ്യരുടെ സമ്പത്തിന് വേണ്ടി അവരത് ദുരുപയോഗപ്പെടുത്തിയാൽ വല്ലാഹി വല്ലാഹി എഴുതി വെച്ചോ, ഒരുപാട് ആളുകളുടെ ചരിത്രം വിനീതനറിയാം. ഈ കൈക്കൂലി വാങ്ങി വാങ്ങി അവസാനം ക്യാൻസർ പിടിച്ച് ചത്തുപോയവർ അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. എന്തുകൊണ്ട്? പടച്ചവൻ വിടില്ല. കാരണം ഇതാരുടെ പൈസ എന്നറിയുമോ? അവന് ചെയ്തു കൊടുക്കണം, നിന്റെ ബാധ്യതയാണ്. അതിന് മാസാമാസം ശമ്പളം നിനക്ക് തരുന്നുണ്ട്. എന്നിട്ടും ഇവരുടെ പൈസകൾ വാങ്ങുന്നവർ വെറുതെ വിടില്ല നിന്നെ. കാരണം അല്ലാഹുവിന് നിസ്കരിക്കാത്തവന്റെ തിന്മയെക്കാൾ അല്ലാഹുവിന്റെ മുന്നിൽ കടുപ്പം ആക്രമിക്കപ്പെട്ടവന്റെ പിരാക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ പിരാക്ക് വെറുതെയാവില്ല, അവന്റെ കണ്ണുനീര് വെറുതെയാവില്ല. വിധവയായ സ്ത്രീകൾ ഓഫീസുകൾ കയറിയിറങ്ങുന്നു, പാവങ്ങൾ ഓഫീസുകൾ കയറിയിറങ്ങുന്നു. സമ്പത്തുള്ളവൻ അവന്റെ കയ്യൂക്ക് കൊണ്ട് കാര്യം നടത്തുന്നു. ഇല്ല, നടക്കില്ല. ഇത് നീതി നടപ്പിലാക്കുന്ന ഒരു ലോകം ഉണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ. അന്ന് നീ കൊടുക്കും, ഇന്നേ നീ കൊടുക്കും. പരലോകത്ത് വേറെ കൊടുക്കൽ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൈക്കൂലി തെറ്റാൽ, കൈക്കൂലി വാങ്ങലും തെറ്റ്, കൈക്കൂലി കൊടുക്കലും തെറ്റ്. അങ്ങനെ കൈക്കൂലി വാങ്ങുന്ന ഒരുത്തന്റെ കല്യാണത്തിൽ പങ്കെടുത്ത് ആ സമ്പത്ത് തിന്നാൽ അതും ഹറാം. ആ വീട്ടിൽ പോയി ചായ കുടിച്ചാൽ അതും ഹറാം. അവനെ പള്ളിയുടെ കമ്മിറ്റി പ്രസിഡന്റ് ആക്കിയാൽ ആ പള്ളിയിൽ നിസ്കരിക്കൽ ഹറാം. ആ പള്ളിയുടെ ഖജാൻജി അവനാണെങ്കിൽ ആ പള്ളിയിൽ കേറലും ഹറാം. കാരണം പച്ചക്ക് പരിശുദ്ധ ഖുർആനും ഹദീസും നിഷേധിച്ച, പരിശുദ്ധ ഖുർആൻ നിഷിദ്ധമാക്കിയ കൈക്കൂലി വാങ്ങുന്നവൻ അവനെന്തിന് ദീനിന്റെ തലപ്പത്തിരിക്കണം? ഇറങ്ങവൻ, ദീനിന്റെ തലപ്പത്ത് അവൻ ചാട്, അവൻ പുറത്തിറങ്ങ്. അതുകൊണ്ടാണ് ഈ സമുദായം ഈ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർവ്വ തിന്മയും ചെയ്യുന്നവൻ പള്ളിയുടെ കമ്മിറ്റിയിൽ കയറിയ ആളാവുക. കാരണം പള്ളിയുടെ കമ്മിറ്റിയിൽ ക്വാളിറ്റി ആർക്കാ?
നല്ല ശബ്ദമുള്ളവൻ. നല്ല ശബ്ദം വെക്കുന്നവനാണ് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആവാൻ യോഗ്യനെന്ന ഇന്നത്തെ ലോകം. ഖുർആൻ പറഞ്ഞ നിബന്ധനയല്ല, ഇന്നത്തെ നാട്ടുകാരുടെ നിബന്ധന. പ്രിയമുള്ളവർ, അതുകൊണ്ട് സ്ത്രീധനം വാങ്ങലും ഹറാം, സ്ത്രീധനം കൊടുക്കലും ഹറാം. എന്തുകൊണ്ട്? കൊടുക്കാൻ തയ്യാറായത് കൊണ്ടാണ് വാങ്ങാൻ തയ്യാറായ ആളുകൾ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മോളെ കല്യാണമാണോ? സ്ത്രീധനത്തിന്റെ പരിപാടിയില്ല. എൻ്റെ മോളെ ഞാൻ 18 വർഷം ആറ്റുനോട്ട് വളർത്തി നിന്റെ കരങ്ങളിലേക്ക് ഞാൻ പരിശുദ്ധമായിട്ട് ഏൽപ്പിക്കുക. വേണമെങ്കിൽ ഇവർക്ക് മഹർ കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുപോ എന്നിവിടത്തെ പിതാക്കന്മാർ എന്ന് പറയുന്നില്ലേ, അന്ന് വരെ ഈ സമുദായം ഗുണം പിടിക്കാൻ പോകുന്നില്ല. 100 പവൻ വേണം. ഇത് കൊടുക്കുന്നവനാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരൻ. കൊടുക്കുന്നവനാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരൻ. എന്തിനാണ് ഇത് കൊടുക്കുന്നത്? ആര് പഠിപ്പിച്ച സംസ്കാരമാണ്? എന്നിട്ട് ഇത് വാങ്ങി തിന്നുന്ന ഭർത്താക്കന്മാരെ, വാങ്ങിക്കൊണ്ടുപോകുന്ന വരന്മാരെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് നല്ലതുപോലെ കേട്ടോ. ലം യസ്ദുഹുല്ലാഹു ഇല്ലാ ഫഖറ, നിനക്ക് ദാരിദ്ര്യമല്ലാതെ വേറൊന്നും ഉണ്ടാകില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാങ്ങിച്ചോ നീ? 150 പവനും വാങ്ങി, 100 പവനും വാങ്ങി, കാറും വാങ്ങി. ഇന്ന് പുതിയ മോഡലാ. എത്രയാ മഹർ? 10 പവനാ മഹർ. അതിന്റെ അർത്ഥം എന്നറിയോ? 100 പവൻ അങ്ങോട്ട് ഇടണമെന്ന്. ഇതാണ് ഇപ്പോഴത്തെ കഥ. ഞങ്ങൾ സ്ത്രീധനം ചോദിച്ചില്ലല്ലോ ഉസ്താദ്. ഞങ്ങൾ ചോദിച്ചില്ല. ന്യായീകരണം ഉസ്താദന്മാരോട് പറഞ്ഞോ? പടച്ചവന്റെ മുന്നിൽ ന്യായീകരണം പറയാൻ നിന്റെ നാവ് പൊന്തില്ല. അതാണ് അവിടുത്തെ കോടതി. കൊണ്ട് പറയും, ഇവിടെ ന്യായീകരണം പറഞ്ഞ ഒരാളുണ്ടാകും. അതുകൊണ്ട് മഹർ അന്തസ്സായി കൊടുത്തിട്ട് വിവാഹം കഴിക്കേണ്ട ഇസ്ലാമിക സംസ്കാരത്തിനപ്പുറം ദീനുണ്ടെന്ന് കരുതപ്പെടുന്നവരുടെ ഗതികേട് ഞാൻ പറയാൻ. ദീനുണ്ടെന്ന് കരുതപ്പെടുന്നവർ പോലും കല്യാണങ്ങൾ സ്ത്രീധനത്തിന് ഒഴിവല്ല. ദീനു പിന്നെ ആർക്കായി ഉണ്ടാവുക എനിക്കറിയില്ല. സർവമാനാളുകളും ഇതിൽ വശംവദരായിക്കൊണ്ടിരിക്കാൻ, ഈ സ്ത്രീധനം എന്നതിൽ മലീമസമായിക്കൊണ്ടിരിക്കാൻ, കല്യാണങ്ങൾ നശിച്ചുകൊണ്ടിരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയതുപോലെ, സഹാബാക്കൾ നടത്തിയതുപോലെ കല്യാണം നടത്താൻ ആരുണ്ട് ഈ സമുദായത്തിൽ എന്ന് ചോദിച്ചാൽ ഒരു നിസ്കാരത്തഴമ്പുള്ളവന് തയ്യാറല്ല, ഒരു നീളക്കുപ്പായുള്ളവനും തയ്യാറല്ല, ഒരു ദീനുള്ളവനും തയ്യാറല്ല. കാരണം അത് വലിയൊരു പ്രശ്നമായി സമുദായത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദീനുള്ളവൻ ആരെ നോക്കും? ഒറ്റ മോളുള്ള വീട്ടിൽ, ഒറ്റ മോള്, എവിടെയാ അവന്റെ നോട്ടം? ഞാനൊന്നും ചോദിക്കുന്നില്ല, ഞാനൊന്നും പറയുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ മുഴുവൻ ചോദ്യമാണ്. അള്ളാഹ്ക്കലെ നിന്റെ ഹൃദയം എന്താണ്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശാലമായി പറയാൻ സമയമില്ല. ഞാൻ പറയാൻ നിഷിദ്ധമാണ്. അങ്ങനത്തെ കല്യാണങ്ങളിൽ പങ്കെടുക്കൽ നിഷിദ്ധമാണ്. എന്നെ കല്യാണം വിളിച്ചാൽ ചോദിക്കണം, സ്ത്രീധനം വാങ്ങുന്ന കല്യാണമാണോ? പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് തിന്നാനാണോ എന്നെ വിളിക്കുന്നത്? ഞാനില്ല. ആര് പറയും? ആരും പറയാൻ തയ്യാറല്ല. പെണ്ണിന്റെ വീട്ടിൽ എഴുന്നള്ളിച്ചുകൊണ്ട് എത്ര ബസ് വരും? 3 ബസ് വരും. കൊടുത്തോണം ഭക്ഷണം. ഇസ്ലാമിന്റെ സംസ്കാരമല്ല. പിന്നെന്താ ഇസ്ലാമിന്റെ സംസ്കാരം? നിന്റെ സന്തോഷത്തിൽ നിന്റെ കൂട്ടുകാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ, കുടുംബക്കാരെ ഭക്ഷണം കൊടുക്കാൻ. ആർക്ക്? ഭർത്താവിന്. അതിന്റെ പേരാണ് വലീമ. വലീമ സൽക്കാരം നടത്ത്. അത് സുന്നത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊണ്ട് പ്രിയമുള്ളവരെ, ഈ പേക്കൂത്തുകൾ മാറാതെ ഈ സമുദായത്തിൽ ആത്മഹത്യകൾ തീരില്ല. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ് ഈ വിഷയത്തിൽ. ആണുങ്ങൾ നിലപാടെടുത്താലും പെണ്ണുങ്ങൾ സമ്മതിക്കോ? പറഞ്ഞു നോക്ക്. മുട്ടായി പരിപാടി വേണ്ടെന്ന് പറഞ്ഞാൽ ഏത് പെണ്ണ് സമ്മതിക്കും? ലക്ഷക്കണക്കിന് രൂപയുടെ മുട്ടായി കൊടുക്കൽ പരിപാടി നടത്താൻ ഹാജിയാർ, ഹജ്ജുമ്മ. എന്തിന് നിന്റെ ഹജ്ജ് ആർക്ക് വേണം? ഇസ്ലാമിന് സംസ്കാരമല്ലാത്ത സർവ്വത് ചെയ്തു കൂട്ടാൻ പേക്കൂത്തുകൾ. എന്നിട്ട് ആരെങ്കിലും വന്ന് മദ്രസക്കും പള്ളിക്കും ചോദിച്ചാൽ വളരെ ടൈറ്റാ ഉസ്താദ്, വളരെ ടൈറ്റാ. കോടിക്കണക്കിന് രൂപ മുട്ടായി സൽക്കാരം, പള്ളറാണൽ, എന്തെല്ലാം പരിപാടികളാണ് ഈ സമുദായത്തിന്. ഇത് ആരാണ് ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തത്? അന്യ മനസ്സരുണ്ടാക്കിയ സംസ്കാരങ്ങളെ സ്വീകരിച്ചിട്ട് അതിനുവേണ്ടി പൈസ മുടക്കി ജീവിക്കുന്ന സമുദായമേ, എങ്ങനെ പടച്ചവരോട് നിങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെടും? ഓരോരുത്തരും ആലോചിക്കും. എങ്ങനെ ദുആ സ്വീകരിക്കും? മുട്ടായി പരിപാടി നടത്തുക, എന്നിട്ട് ഫോൺ കൈമാറുക, ഹറാമിൽ നിന്ന് ബന്ധം തുടങ്ങുക, പിന്നെ നിക്കാഹ് നടത്തുക, ഹറാമിൽ നിന്ന് തുടങ്ങിയ ബന്ധം ഹറാമിലല്ലാതെ പിന്നെ ഇവിടെ അവസാനിക്കുക. അത് തലാഖിലല്ലേ അവസാനിക്കും. അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത നിക്കാഹിൽ എവിടെ സമാധാനമുണ്ടാകാൻ? കോടിക്കണക്കിന് രൂപയുടെ ഒരാൾ ഈ അടുത്ത് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം 10,25,000 അല്ലെങ്കിൽ 30,000 ഒക്കെ നടത്താൻ പോവാ. ഭാര്യ പറ്റൂല. 2 ലക്ഷത്തിന്റെ ഓഡിറ്റോറിയം എടുക്കണം, അല്ല AC ഹാൾ എടുക്കണം, സ്വീകരണം മുറി എടുക്കണം, അതിന് സ്വീകരിക്കാൻ പ്രത്യേക വാഹനം ഉണ്ടാകണം, വരുമ്പോഴത്തേക്ക് ചെണ്ടയുണ്ടാകണം, ആളുണ്ടാകണം, വിതരണത്തിന് ആര് വേണം? അരനിക്കരിട്ട വ്യഭിചാരി പെണ്ണുങ്ങളെ വേണം. നാണമുണ്ടോ ആജ്യാക്കന്മാരും ഈ സമുദായത്തിന്റെ നേതാക്കന്മാരും പോയിട്ട് ഉടുപ്പില്ലാതെ ഞണ്ടിനെയാണ് ഇങ്ങനത്തെ കല്യാണങ്ങളിൽ കയറാൻ?
ദീനുള്ളവന് കഴിയുമോ? ഹബീബിനെ സ്നേഹിക്കുന്നവന് കഴിയുമോ? ഹബീബിനെ സ്നേഹിക്കുന്നവന് കഴിയുമോ? ഫാത്തിമയുടെ കല്യാണം നടത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ വിളിച്ചു? മദീനയിലെ മുഴുവൻ ആളുകളെ വിളിച്ചു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നത്തെ ഏറ്റവും വലിയ സമ്പന്നനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നിക്കാഹ് ചെയ്തു. പിറ്റേന്ന് സുബൈക്ക് വന്നു. തങ്ങളെ അബ്ദുറഹ്മാൻ, എന്താ നിന്റെ വസ്ത്രത്തിൽ പുതുമാപ്പിളമാർ പൂശുന്ന നല്ല അക്തറിന്റെ അടയാളം? തങ്ങളെ ഇന്നലെ രാത്രി ഞാൻ വിവാഹം ചെയ്തു. മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ നിക്കാഹ് ലോകത്തിന്റെ നേതാവ് ഹബീബ് അറിഞ്ഞില്ല. ഇതാണ് നിക്കാഹിന്റെ ലാളിത്യമെങ്കിൽ നിന്റെ സമ്പത്തിന്റെ പെരുപ്പം കേട്ടാൻ ഈ സമുദായത്തിലെ നേതാക്കന്മാര്, ഉലമാക്കള്, ഉമറാക്കള് സർവ്വതും വിളിക്കാൻ, ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ, എന്നിട്ട് തിന്നാൻ, തിന്നിട്ട് ഇറങ്ങിപ്പോകുമ്പോ ഡാൻസ് ട്രൂപ്പും പാട്ടും നടത്താൻ, ഏത് കുത്തുബുൽ അഖ്താബ് ദുആ ചെയ്താലും ആ ദുആ നിന്റെ തലക്ക് മീതെ പോലും ഉയരില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. ആരാണോ വിവാഹം തഖ്വയുണ്ടാക്കാൻ വിവാഹം കഴിക്കുന്നത് അവന് വേണ്ടി മാത്രമേ തങ്ങളുടെ ദുആയുള്ളൂ. ബാറകല്ലാഹു ലഹാ ഫീ വബാറക ലഹാ ഫീ. ആ വധുവിൽ ആ വരനക്കരൻ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആ വരനിൽ അല്ലാഹു വധുവിന് ബറക്കത്ത് ചെയ്യട്ടെ. ഈ ദുആ ഇന്നും ബാക്കിയാണ്. സുന്നത്തായ കല്യാണം നടത്തുന്നവൻ അല്ലാത്തവൻ ഈ ദുആ ഇത് ഖുതുബുൽ അഖ്താബ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹബീബിനെ മനസ്സിലാക്ക്, അല്ലാഹുവിനെ മനസ്സിലാക്ക്. ഈ സമുദായം ഇസ്ലാമിലേക്ക് തിരിച്ചു വാ. എന്റെ കൂട്ടൊരു കാര്യം കൂടി പറഞ്ഞു നിർത്താൻ, പല മാതാപിതാക്കൾ കാണിക്കുന്ന അനീതിയാണ്. മകൾക്ക് 100 പവൻ സ്വർണം കൊടുത്തു, മകന് കൊടുത്തോ നീ? നബി തങ്ങൾ പഠിപ്പിച്ചു, ജീവിത കാലഘട്ടത്തിൽ എന്തു കൊടുത്താലും വളരെ കറക്റ്റ് സമമായിട്ട് കൊടുക്കണം. 3 പെൺമക്കൾ, 2 ആൺമക്കൾ, 5 മക്കൾ ഒരാൾക്ക്. ഉദാഹരണത്തിന് ഒന്നാമത്തെ മോക്ക് 100 പവൻ, ആ 100 പവൻ കൊടുക്കുമ്പോൾ 5 മക്കൾക്ക് 100 പവൻ കൊടുത്തിരിക്കണം. രണ്ടാമത്തെ മകൾക്ക് 100 പവൻ, 5 മക്കൾക്ക് വീണ്ടും കൊടുക്കണം 100 പവൻ. ഇത് കൊടുത്തില്ലെങ്കിൽ അനീതിയാണെന്ന് റസൂലുള്ളാഹി. ഇനി പോകട്ടെ, ഇനി സ്ത്രീധനത്തിൽ 100 പവൻ കൊടുത്തു. ഈ വാപ്പ മരിച്ചു. വാപ്പ മരിച്ചാൽ മൂത്ത മോൻ ആദ്യം പറയും, നിനക്ക് വാപ്പ തന്നിട്ടാ പോയത്, 1 സെന്റും തരൂല. പറയൂല്ലേ? പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആര് പറഞ്ഞു അങ്ങനെയാണെന്ന്? ബാപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ അനന്തര സ്വത്തിൽ സ്ത്രീധനം വാങ്ങിയ അല്ലെങ്കിൽ സ്ത്രീധനം കൊടുത്ത മകൾക്കും അതേപോലെ അവകാശമുണ്ട്. അതുകൊണ്ടാണ് ദീൻ പറഞ്ഞത്, ജീവിത കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കാര്യം ചെയ്യാതിരിക്കുക. മരിച്ചിട്ട് അവരെടുത്തോട്ടെ, നിങ്ങൾ എന്തിനിടപെടണം? മരിച്ചിട്ട് നിങ്ങൾ കൊടുക്കണ്ട, അവരെടുത്തോളൂ. കാരണം എന്താ പറയുക, ഖുർആൻ തന്നെ പറഞ്ഞു എങ്ങനെ കൊടുക്കണം. അതിൽ നിന്റെ വസിയ്യത്ത് പോലും 3-1 പാലിക്കപ്പെടുക പോലും ഇല്ല. കോടിക്കണക്കിന് സമ്പത്തുണ്ടാക്കി ആ മക്കൾ അതിന്റെ ഓഹരി കൃത്യമായി എടുക്കാൻ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഒരു ആലിമിന് പോലും അതിലിടപെടാൻ അവകാശമില്ല. അത്ര കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജീവിത കാലഘട്ടത്തിൽ മക്കൾക്ക് എന്ത് കൊടുത്താലും, ഒരു പേന കൊടുത്തോ, 5 മക്കൾക്ക് അതേ കമ്പനിയുടെ പേന കൊടുത്തില്ലെങ്കിൽ ആ ബാപ്പ നീതിമാനല്ല, സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല. ഇത്തഖുല്ലാഹ വഅദിലു ബൈന ഔലാദികും. അല്ലാഹുവിനെ സൂക്ഷിക്കുക, മക്കൾക്കിടയിൽ നീതി പുലർത്തുന്ന റസൂലുള്ളാഹി. നുഅ്മാൻ ഇബ്നു ബഷീർ, അദ്ദേഹം നുഅ്മാൻ ബഷീർ വന്നിട്ട്, തങ്ങളെ ഞാൻ എൻ്റെ മകൻ നുഅ്മാൻ ഒരു അടിമയെ കൊടുത്തു. തങ്ങളെ എല്ലാ മക്കൾക്കും കൊടുത്തോ? ഇല്ല, തിരിച്ചു മേടിക്ക അടിമയെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയ കൊടുത്തിൽ തങ്ങൾ പറഞ്ഞ വാക്കതാണ്. അതുകൊണ്ട് ചെറിയ കാര്യമല്ല, നിസ്സാരമായി കണക്കാക്കണ്ട. ദുനിയാവിലും കുടുങ്ങും, ആഖിറത്തിലും കുടുങ്ങും, ഒരു സംശയമില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. കൊണ്ട് പ്രിയമുള്ളവരെ, തിരുത്താൻ തയ്യാറാകി ഈ സമുദായം അതിന്റെ നിക്കാഹുകളെ വളരെ ലളിതമായി നടത്തിയിരുന്നുവെങ്കിൽ ഈ നിക്കാഹുകളെ കണ്ടിട്ട് ആളുകൾ ഇതേപോലെ വിവാഹം കഴിക്കാൻ തയ്യാറാകുമായിരുന്നു. പക്ഷെ ഗതികേട്, ഈ സമുദായം അന്യ മതസ്ഥരുടെ മുഴുവൻ സംസ്കാരങ്ങൾ ഏറ്റെടുത്തു. എന്നിട്ട് മുഴുവൻ ഈ സമുദായത്തിന്റെ പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന ഗതികേടിലേക്ക് എത്തി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ നിക്കാഹുകളെ ലളിതമാക്കുക. സ്ത്രീധനം വാങ്ങിച്ചിട്ടുണ്ടോ, മരിക്കുന്നതിന് മുമ്പ് തിരിച്ചു കൊടുത്തേക്കുക. എപ്പോഴും മരിക്കുന്നത് തീരുമാനിച്ചാൽ മതി, എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കും. നമ്മൾ ഇപ്പോഴാണല്ലോ ഉസ്താദ് അറിഞ്ഞത്, അൽഹംദുലില്ലാ, കുഴപ്പമില്ല, ചിന്തിക്കണ്ട. വാങ്ങിച്ചിട്ടുണ്ടോ, കണക്ക് പ്രകാരം തിരിച്ചു കൊടുത്താൽ അന്തസ്സോടുകൂടി മരിക്കാം. അള്ളാഹു അങ്ങനെയുള്ള നല്ല ആളുകൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാഅല്ലാഹ്, വെക്കേഷനൊക്കെ വരാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ ഒഴിവ് സമയങ്ങൾ ദീനിന് വേണ്ടി അവരെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി മാഷാഅല്ലാഹ് പൂക്കിപ്പറമ്പിൽ
26, 27, 28 3 ദിവസമായിട്ട് ക്യാമ്പ് നടക്കുന്നുണ്ട്. അതിൽ വിദ്യാർത്ഥിനികൾ നമ്മുടെ പെൺമക്കളെയൊക്കെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കും. അള്ളാഹു നല്ല തൗഫീഖ് നൽകട്ടെ. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അള്ളാഹിന്റെ വഴിയുള്ള യാത്രകളുണ്ട്. ആ യാത്രകളിൽ അവരെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കും. അള്ളാഹു നമ്മളെല്ലാ നന്മകളിലും പരസ്പരം മത്സരിച്ച് മുന്നേറുന്നവർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته.